ഹലോ സുഹൃത്തെ, നമസ്കാരം. ഇന്ന് ഒക്ടോബർ 8, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. നമ്മൾ ഓരോ ദിവസം കറണ്ട് അഫേഴ്സിന് വേണ്ടി സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഒക്ടോബർ 8 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 ശരീരശാസ്ത്രത്തിനോ വൈദ്യശാസ്ത്രത്തിനോ ഉള്ള നോബൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? വിക്ടർ ആംബ്രോസും ഗാരി റൂക്കൻ. 2024 നോബൽ പ്രൈസ് സമ്മാനം അതിന്റെ പ്രഖ്യാപനം ആരംഭിച്ചു. ആദ്യത്തേത് ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ ഇതിലെ അവാർഡ് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ വിക്ടർ ആംബ്രോസ്, ഗാരി റൂക്കൻ ഇവർ രണ്ടുപേരും അമേരിക്കൻ സയന്റിസ്റ്റുകളാണ്. വിക്ടർ ആംബ്രോസ്, ഗാരി റൂക്കിൻ ഇവർക്കാണ് 2024 ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ ഇതിലേക്ക് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ജീൻ റെഗുലേഷൻ ഇതുമായി ബന്ധപ്പെട്ട് മൈക്രോ RNA, വളരെ സൂക്ഷ്മമായിട്ടുള്ള RNA, ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിനാണ് വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കൻ ഇവർക്ക് രണ്ടുപേർക്കും ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിനിൽ 2024 നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. മലബാർ നാവിക അഭ്യാസം 2024 ഒക്ടോബർ 8 മുതൽ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? വിശാഖപട്ടണം. 2024 മലബാർ നേവൽ എക്സസൈസ് ആരംഭിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ മലബാർ എക്സസൈസിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കുകയാണ്. ഇന്ന് ഒക്ടോബർ 8, ഇന്ന് മുതലാണ് മലബാർ എക്സസൈസ് വിശാഖപട്ടണത്ത് നടക്കാൻ പോകുന്നത്. ഒക്ടോബർ 8 മുതൽ 18 വരെ, അതായത് 11 ഡേയ്സിന്റെ ഒരു മാരിടൈം ഓപ്പറേഷൻ, ഒരു വളരെ വലിയൊരു നേവൽ എക്സസൈസ് ആണ് നടക്കാൻ പോകുന്നത്. ഈ എക്സസൈസ് സീ ഫേസ് അതുപോലെ തന്നെ ഹാർബർ ഫേസ് എന്നീ 2 ഘട്ടങ്ങളിലുള്ള ഒരു എക്സസൈസ് ആണ് മലബാർ എക്സസൈസ്. ഒക്ടോബർ 8 മുതൽ ഒക്ടോബർ 18 വരെ വിശാഖപട്ടണത്ത് നടക്കാൻ പോകുന്ന ഒരു വലിയൊരു നേവൽ എക്സസൈസ് ആണ് മലബാർ എക്സസൈസ്. 2024 ഒക്ടോബർ 8 ന്യൂഡൽഹിയിൽ നടക്കുന്ന 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് 2022 ആർക്കാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുക? ഋഷഭ് ഷെട്ടി. ഇന്ന് ഒക്ടോബർ 8 70ാമത്തെ നാഷണൽ ഫിലിം അവാർഡ് ഇന്ന് നൽകി ആദരിക്കുകയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് 2022 70ാമത്തെ നാഷണൽ ഫിലിം അവാർഡ് നൽകി ആദരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്നത് ഇതിഹാസ ആക്ടർ ആയിട്ടുള്ള മിഥുൻ ചക്രവർത്തിക്കാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്. കൂടാതെ ബെസ്റ്റ് ആക്ടർ എന്ന അവാർഡ് ലഭിക്കുന്നത് കന്നഡ ഫിലിം ആയിട്ടുള്ള കന്താരയിൽ അഭിനയിച്ചിട്ടുള്ള ഋഷഭ് ഷെട്ടിക്കാണ്. അപ്പൊ ഋഷഭ് ഷെട്ടിയാണ് ബെസ്റ്റ് ആക്ടർ. ബെസ്റ്റ് ആക്ട്രസ് എന്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത് തമിഴ് ഫിലിമിലെ തിരുച്ചിത്ര അമ്പലത്തിൽ അഭിനയിച്ചിട്ടുള്ള നിത്യ മേനോനും ഗുജറാത്തി ഫിലിം ആയിട്ടുള്ള കച്ച് എക്സ്പ്രസിൽ അഭിനയിച്ചിട്ടുള്ള മാനസി പരേഖ് എന്നിവർക്കാണ്. ബെസ്റ്റ് ആക്ട്രസ് നിത്യ മേനോൻ, മാനസി പരേഖ്. ബെസ്റ്റ് ആക്ടർ ഋഷഭ് ഷെട്ടി. പ്രൊഫഷണൽ മത്സരങ്ങളിൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ച ദീപ കർമാക്കർ ഏത് മേഖലയിലെ താരമാണ്? ജിംനാസ്റ്റിക്. ഒരു പ്രൊഫഷണൽ ജിംനാസ്റ്റിക് താരമാണ് ദീപ കർമാക്കർ. ഏതാണ്ട് 24 വർഷത്തോളം ജിംനാസ്റ്റിക് രംഗത്ത് തിളങ്ങി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ദീപ കർമാക്കർ. ദീപ കർമാക്കർ ഔദ്യോഗികമായിട്ട് ഈ ഒരു മേഖലയിൽ നിന്ന്, അതായത് ഈ സ്പോർട്സ് ഈവന്റിൽ നിന്ന് പിൻവാങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചു. 2014 കോമൺവെൽത്ത് ഗെയിംസിൽ ബ്രോൺസ് മെഡൽ നേടിക്കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വനിതയാണ് ജിംനാസ്റ്റിക് കാറ്റഗറിയിൽ മെഡൽ നേടുന്നത്. അത് 2014 കോമൺവെൽത്ത് ഗെയിംസിൽ. 2016 റിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ദീപ കർമാക്കർ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വനിതയാണ് ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന താരം. ആ ഒരു ഈവന്റിൽ ജിംനാസ്റ്റിക്കിൽ ഫൈനൽ വോൾട്ട് വരെ എത്തിയിട്ടുള്ള റിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ദീപ കർമാക്കർ 2018 ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് വേൾഡ് കപ്പിൽ സ്വർണം കരസ്ഥമാക്കി. ഇതിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ജിംനാസ്റ്റിക് ആണ് സ്വർണം കരസ്ഥമാക്കുന്ന ആ ഒരു താരമാണ് ദീപ കർമാക്കർ. ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതായത് കംപ്ലീറ്റ് ആയിട്ട് ഒഫീഷ്യലി പ്രൊഫഷണൽ കോമ്പറ്റീഷൻ റിട്ടയർമെന്റ് വാങ്ങുകയാണെന്ന്. ISSF ജൂനിയർ വേൾഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് 2024 മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ. ISSF ജൂനിയർ വേൾഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത് പെറുവിൽ വെച്ചാണ്. ഈ ഒരു ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് 13 ഗോൾഡ്, 3 സിൽവർ, 8 ബ്രോൺസ് ആണ് ലഭിച്ചത്. 24 മെഡൽസ് നേടിയിട്ടുള്ള ഇന്ത്യൻ ഷൂട്ടേഴ്സ് ISSF ജൂനിയർ വേൾഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തി. ടോട്ടൽ ഇന്ത്യക്ക് 61 ഷൂട്ടേഴ്സ് ആയിരുന്നു, അതായത് ഏറ്റവും കൂടുതൽ ഷൂട്ടേഴ്സ് പങ്കെടുത്തിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു ISSF ജൂനിയർ വേൾഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് പെറുവിൽ നടന്നിട്ടുള്ള ഈ മത്സരം. ഇതിൽ ഇറ്റലിയാണ് 2ാം സ്ഥാനത്ത്, 3ാം സ്ഥാനത്ത് നോർവേ. ഇന്ത്യൻ വ്യോമസേന അതിന്റെ 92ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസം ഒക്ടോബർ 8, 2024. ഇന്ന് ഒക്ടോബർ 8
ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സ് 92ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. 1932 ഇന്ത്യൻ എയർഫോഴ്സ് സ്ഥാപിതമായിട്ടുള്ളത്. ഇന്നിപ്പോൾ 92ാമത്തെ വർഷമാണ് ഇന്ത്യൻ എയർഫോഴ്സ് ആഘോഷിക്കുന്നത്. 180 വർഷത്തിലേറെയായി നിലനിന്നിരുന്ന കുതിരപ്പന്തയങ്ങളുടെ പ്രവർത്തനം 2024 ഒക്ടോബർ 5 നിർത്തിവെച്ചത് ഏത് രാജ്യത്തെ ടർഫ് ക്ലബാണ്? സിംഗപ്പൂർ ടർഫ് ക്ലബ്. 180 വർഷമായിട്ട് സിംഗപ്പൂരിൽ നടക്കുന്ന ഒരു കുതിരപ്പന്തയം, ആ കുതിരപ്പന്തയത്തിന്റെ അവസാനത്തെ ഈവന്റ് ഈ കഴിഞ്ഞ ഒക്ടോബർ 5 ആയിരുന്നു. സിംഗപ്പൂർ ടർഫ് ക്ലബ്ബ് കുതിരപ്പന്തയം പൂർണ്ണമായിട്ട് നിർത്തി പ്രഖ്യാപനം നടത്തി. അതായത് കുതിരപ്പന്തയം ഉണ്ടാകില്ലെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് ഏതാണ്ട് 180 വർഷമായിട്ട് സിംഗപ്പൂർ ടർഫ് ക്ലബിൽ കുതിരപ്പന്തയം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നായിരുന്നു. 2024 ഒക്ടോബർ 6 നേപ്പാളിന്റെ പുതിയ ചീഫ് ജസ്റ്റിസായി ആരാണ് നിയമിതനായത്? പ്രകാശ് മാൻസിംഗ് റാവത്ത്. നേപ്പാളിന്റെ പുതിയ ചീഫ് ജസ്റ്റിസ് ആണ് പ്രകാശ് മാൻസിംഗ് റാവത്ത്. ഇദ്ദേഹത്തെ നേപ്പാളിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രസിഡന്റ് രാംചന്ദ്ര പൗഡൽ ആണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 129(2) പ്രകാരമാണ് പ്രകാശ് സിംഗ് റാവത്തിനെ നേപ്പാളിന്റെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബില്യാർഡ്സിൽ 2024 സോങ്ഹെ സിംഗപ്പൂർ ഓപ്പൺ കിരീടം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? പങ്കജ് അദ്വാനി. ഇന്ത്യയിലെ പ്രൊഫഷണൽ ബില്യാർഡ് താരമാണ് പങ്കജ് അദ്വാനി. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 2024 സോങ്ഹെ സിംഗപ്പൂർ ഓപ്പൺ ടൈറ്റിൽ കരസ്ഥമാക്കി. ഇന്നലെ ഒക്ടോബർ 7 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു. 2024 ഒക്ടോബർ 6 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ഡോക്ടർ മുഹമ്മദ് മൊയൂസ് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ്? ഇതിന്റെ ഉത്തരം മാൽദീവ്സ്. മാൽദീവ്സിന്റെ പ്രസിഡന്റ് ആണ് ഡോക്ടർ മൊയൂസ്. കഴിഞ്ഞ വർഷം നവംബറിലാണ് അദ്ദേഹം മാൽദീവ്സിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. എന്നാൽ തുടക്കത്തിൽ അദ്ദേഹം ഇന്ത്യയായിട്ട് പല കാര്യങ്ങളിലും വിയോജിപ്പ് കാണിച്ചെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു സന്ദർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഒക്ടോബർ 6 അദ്ദേഹം ഇന്ത്യയിലെത്തി. 5 ദിവസത്തെ ഒരു സന്ദർശനമാണ് ഡോക്ടർ മുഹമ്മദ് മൊയൂസിന്റെ ഇന്ത്യയിലേക്കുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 ശരീരശാസ്ത്രത്തിനോ വൈദ്യശാസ്ത്രത്തിനോ ഉള്ള നോബൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? വിക്ടർ ആംബ്രോസും ഗാരി റോക്കുൻ. മലബാർ നാവിക അഭ്യാസം 2024 ഒക്ടോബർ 8 മുതൽ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? വിശാഖപട്ടണം. 2024 ഒക്ടോബർ 8 ന്യൂഡൽഹിയിൽ നടക്കുന്ന 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് 2022 ആർക്കാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുക? ഋഷഭ് ഷെട്ടി. പ്രൊഫഷണൽ മത്സരങ്ങളിൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ച ദീപ കർമാക്കർ ഏത് മേഖലയിലെ താരമാണ്? ജിംനാസ്റ്റിക്. ISSF ജൂനിയർ വേൾഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് 2024 മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം? ഇന്ത്യ. ഇന്ത്യൻ വ്യോമസേന അതിന്റെ 92ാമത് വാർഷികം ആഘോഷിക്കുന്ന ദിവസം? ഒക്ടോബർ 8, 2024. 180 വർഷത്തിലേറെയായി നിലനിന്നിരുന്ന കുതിരപ്പന്തയങ്ങളുടെ പ്രവർത്തനം 2024 ഒക്ടോബർ 5 നിർത്തിവെച്ചത് ഏത് രാജ്യത്തെ ടർഫ് ക്ലബാണ്? സിംഗപ്പൂർ ടർഫ് ക്ലബ്. 2024 ഒക്ടോബർ 6 നേപ്പാളിന്റെ പുതിയ ചീഫ് ജസ്റ്റിസായി ആരാണ് നിയമിതനായത്? പ്രകാശ് മാൻസിംഗ് റാവത്ത്. ബില്യാർഡ്സിൽ 2024 സോങ്ഹെ സിംഗപ്പൂർ ഓപ്പൺ കിരീടം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? പങ്കജ് അദ്വാനി. ഇന്ന് ഒക്ടോബർ 8 ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒരു ചോദ്യമാണ്. എല്ലാ വർഷം ലോക പരിസ്ഥിതി ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.